ചങ്ങായിമാരെ, നമ്മളെ നാട്ടിൽ ഇത്രയും വലിയൊരു പ്രശ്നം നടന്നിട്ട് ആർക്കും ഒരു ചൂടില്ല. അതായത് നമ്മളെ രാഹുൽ ഗാന്ധി വലിയൊരു വെടിപൊട്ടിച്ച്, പക്ഷെ മലയാളികൾക്ക് ഒരു കുലുക്കുമില്ല. സാധാരണ എല്ലാ കാര്യത്തിനും ആദ്യം പ്രതികരിക്കുന്ന മലയാളി ഇപ്പുണ്ടല്ല, ബിഗ് ബോസിലാ ഉള്ളത്. രേണു സുധിക്ക് എന്ത് പറ്റി, രേണു സുധിക്ക് ഇനി എന്തെങ്കിലും പറ്റാൻ പോകുന്നുണ്ടാ? ഇതൊക്കെയാണ് ഭൂരിഭാഗം മലയാളികളുടെയും ഇപ്പത്തെ പ്രശ്നം. കർണാടകയിലെ ഒരു മണ്ഡലത്തിൽ മാത്രം 1,00,000-ലധികം വോട്ട് ചേർത്തിരിക്കുന്നു, പുതിയ വോട്ട്. അതായത് കള്ളവോട്ട്. ആരെന്നില്ല, പേരില്ല, അച്ഛന്റെ പേരിന്റെ സ്ഥാനത്ത് എന്താണെന്നറിയാം, ABCD, പിന്നെ വേറൊന്ന് GFGH, പിന്നെ സൂം ചെയ്തിട്ടുള്ള ഫോട്ടോ, പിന്നെ സൂം ചെയ്യാതെ ദൂരത്ത് നിൽക്കുന്ന ഫോട്ടോ. സെയിം ഒരാളെ തന്നെ പല ടൈപ്പ് ഫോട്ടോ എടുത്തിട്ട് പല പല വോട്ടുകൾ. എവിടെ നമ്മൾ ഇന്ത്യയിലാണ് നടക്കുന്നത്, ഇന്ത്യയിൽ നമ്മളെ കർണാടകയിൽ. ഇതുപോലെയുള്ള ഗുരുതരമായ പ്രശ്നങ്ങൾ വരുമ്പം ആൾക്കാരുടെ ചിന്ത മാറ്റാൻ വേണ്ടി ഇതുപോലുള്ള ഓഞ്ഞ ബിഗ് ബോസ് പോലുള്ള പരിപാടികൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ നാട്ടിൽ നടത്തുന്നേട്ടാ. ജനങ്ങൾ ഈ നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളുടെ ഗൗരവം ഒന്നും അറിയാണ്ട് ഈ ബിഗ് ബോസ് പോലുള്ള കൂതറ പരിപാടിന്റെ ഉള്ളിൽ കയറി അങ്ങ് ഇരിക്കും. പിന്നെ വേറൊന്നും വേണ്ട. പിന്നെ കുറച്ച് കാലം കഴിയുമ്പോൾ നാട് മൊത്തം മുടിഞ്ഞ് കുട്ടിച്ചോറായി കലാപങ്ങളും കുഴപ്പങ്ങളും നടക്കുമ്പോ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുക, അയ്യോ ഞാൻ പണ്ടങ്ങ് ബിഗ് ബോസിൽ ഇരുന്ന സമയത്ത് പുറത്തിരുന്നിട്ട് കുറച്ച് വാർത്ത കേട്ടിട്ടുണ്ടെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലേനല്ലേ എന്ന് അപ്പോഴാണ് ചിന്തിക്കുക. അപ്പോഴേക്ക് മൂഞ്ചി പണ്ടാറടങ്ങിയിട്ടുണ്ടാവും. നമുക്കെന്തായാലും അതിന്റെ വാർത്തയിലേക്ക് പോയിട്ട് വരാം. രാജ്യത്തെ ഞെട്ടിക്കുന്ന വലിയ തെളിവുകളുമായിട്ടാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടത്. ആ തെളിവുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരാണ്, ആ തെളിവുകൾ കേന്ദ്ര സർക്കാരിനെതിരാണ്. ഇതിൽ മറുപടി നൽകേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിൽ മറുപടി നൽകിയിട്ടില്ല എങ്കിൽ ഈ കള്ളത്തരത്തിന്, ഈ ക്രൈമിന്, ഈ ക്രിമിനൽ കുറ്റത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷനും കൂട്ടുചേർന്നു എന്ന് വ്യാഖ്യാനിക്കേണ്ടി വരും എന്നാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. കർണാടകയിലെ ഒരു അസംബ്ലി മണ്ഡലത്തെ കേന്ദ്രീകരിച്ച് നടത്തിയ ഒരു വലിയ അന്വേഷണത്തിന്റെ ഞെട്ടിക്കുന്ന തെളിവുകളുമായിട്ടാണ് പ്രതിപക്ഷ നേതാവ് വാർത്താസമ്മേളനം നടത്തിയത്. വലിയ തോതിലുള്ള കള്ളവോട്ട്, ഒരു അസംബ്ലി മണ്ഡലത്തിൽ മാത്രം 1,00,000-ഓളം കള്ളവോട്ടെന്ന കണക്കുകൾ നിരത്തിയുള്ള, പടങ്ങൾ നിരത്തിയുള്ള, കള്ള അഡ്രസ്സുകൾ നിരത്തിയുള്ള വലിയ വാർത്താസമ്മേളനമാണ് ഇപ്പോൾ അദ്ദേഹം പൂർത്തിയാക്കിയിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ജിമ്മി ജെയിംസ് ഉണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. ജിമ്മി, ഒരു വലിയ വാർത്താസമ്മേളനം, അണുബോംബ് സ്ഫോടനം എന്ന് വിശേഷിപ്പിക്കുന്ന വാർത്താസമ്മേളനം, യഥാർത്ഥത്തിൽ വലിയൊരു ബോംബ് സ്ഫോടനം തന്നെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി നടത്തിയിരിക്കുന്നത്. നിഷേധിക്കാനാവാത്ത തെളിവുകളല്ലേ അദ്ദേഹം നിരത്തിയിരിക്കുന്നത്? സ്മൃതി, രാഹുൽ ഗാന്ധി പറഞ്ഞ ആരോപണങ്ങൾ ശരിയാണെങ്കിൽ അക്ഷരാർത്ഥത്തിൽ ഇത് അണുബോംബ് തന്നെയാണ്. ഒരു നിയോജക മണ്ഡലത്തിൽ മാത്രം 1,00,000-നടുത്ത് വോട്ടുകൾ BJP മറിച്ചു എന്നുള്ളതിന്റെ തെളിവുകളാണ് പ്രതിപക്ഷ നേതാവ് പുറത്തുവിട്ടിരിക്കുന്നത്. 1,00,000 വോട്ടുകൾ ഒരു മണ്ഡലത്തിൽ മറിച്ചു എന്ന് പറഞ്ഞാൽ അത് ശരിയാണെങ്കിൽ ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ വോട്ട് അട്ടിമറിയാണ് നടന്നിരിക്കുന്നത്. 1,00,000 വോട്ടുകൾ. അത് രാഹുൽ ഗാന്ധി പൂർണ്ണ ഉത്തരവാദിത്തോടെ പറയുന്നു. അദ്ദേഹം തെളിവുകൾ വ്യക്തം പറയുന്നു. ഇത് തെറ്റാണെന്ന് തെളിയിക്കാൻ എതിർപക്ഷത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വെല്ലുവിളിക്കുന്നു. വളരെ വലിയ ഒരു വാർത്താ സമ്മേളനത്തിന്റെ അലയൊലികളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതികരണം വരുന്നുണ്ട്. രാഹുൽ ഗാന്ധി ഔദ്യോഗികമായി മറുപടി നൽകി, പരാതി കൊടുത്തിട്ടില്ല. പരാതി ഉണ്ടെങ്കിൽ അത് അഫിഡവിറ്റായി തരണം മുതലായവയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഡേറ്റ് ചോദിച്ചെങ്കിലും നൽകിയില്ല എന്നുള്ള കാര്യം അദ്ദേഹം ആവർത്തിച്ച് വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ട്. ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ടും അത് അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട്. ഈ കൃത്രിമം നടന്നിരിക്കുന്ന പല രൂപത്തിലാണല്ലോ ജിമ്മി. അത് ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർമാർ, ഫേക്ക് അഡ്രസ്, അതോടൊപ്പം ബൾക്കായി വോട്ടർമാർ ഒരേ ഒരു അഡ്രസ്സിൽ, അന്വേഷിച്ചാലുമ്പോൾ അങ്ങനെ ഒരു അഡ്രസ് ഇല്ല. പിന്നീട് ഫോം 6-ൽ നടക്കുന്ന കൃത്രിമം, അതിന്റെ മിസ്യൂസ്, ഇതാണ് അദ്ദേഹം വളരെ വിശദമായി നൽകിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നു എത്ര ബുദ്ധിമുട്ടാണ് ഒരു പടം ആവർത്തിക്കുന്നുണ്ടോ എന്ന് കണ്ടെത്താൻ, ഒരു അഡ്രസ് ആവർത്തിക്കുന്നുണ്ടോ എന്ന് കണ്ടെത്താൻ എത്ര ദീർഘമായ സമയമെടുത്ത് 6 മാസം എടുത്തിട്ടാണ് ഈ അന്വേഷണം പൂർത്തിയാക്കിയത്. ഒരു മണ്ഡലത്തിലെ, ഒരേ ഒരു അസംബ്ലി മണ്ഡലത്തിലെ അന്വേഷണം ഇതാണെങ്കിൽ രാജ്യം മുഴുവൻ അന്വേഷിച്ചാൽ എന്താകും സ്ഥിതി എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ഫലം, ആ ഫലത്തിൽ ഇവിടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി ഇരിക്കുന്നു. ആ ഫലത്തിന് നേർക്കാണ് അദ്ദേഹം വിരൽ ചൂണ്ടുന്നത്. ജിമ്മി, സത്യല്ലേ? നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നരേന്ദ്രമോദി വാരണസിയിൽ ഉണ്ടല്ല പിന്നിലായ സംഭവം അറിഞ്ഞിട്ടുണ്ടായിരുന്ന ഇലക്ഷനിൽ പിന്നിലായി പോയിനി. പിന്നെയാണ് പെട്ടെന്നൊരു കുതിച്ചുപോക്കും ജയവും. BJP പരാജയപ്പെടണേ നമ്മൾ വിചാരിച്ചുള്ളൂ. പക്ഷെ നരേന്ദ്രമോദി പരാജയപ്പെട്ടെന്ന് വിചാരിച്ച് നമ്മൾ തന്നെ അന്തം വിട്ടുപോയിട്ടില്ലേ? പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് സംഭവം മൊത്തം മാറി. കുറച്ച് കഴിയുമ്പോൾ നരേന്ദ്രമോദി വിജയിച്ച്. അതും ചെറിയ വോട്ടിന്റെ ലീഡൊന്നും ആയിരുന്നല്ലേ എതിർ സ്ഥാനാർത്ഥിക്ക്, നല്ല വോട്ടിന്റെ ലീഡ് ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം പെട്ടെന്നങ്ങ് മാറി മറിഞ്ഞ്. അതങ്ങനെ ഒരു കഥ. പിന്നെ ഈ വോട്ട് ചേർക്കലിന്റെ ഭാഗമായുള്ള കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നമ്മൾ രാഹുൽ ഗാന്ധി ചോദിക്കുമ്പോഴല്ല ഉത്തരവില്ല, ഒന്നുമില്ല എന്ന് പറയുന്നു. പിന്നെ കേന്ദ്ര ഗവൺമെന്റിനോട് ചോദിക്കുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് സ്ഥിരം പരിപാടിയാണ് കളിയാക്കുക. അതായത് രാഹുൽ ഗാന്ധി എന്തെങ്കിലും ശക്തമായ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആളെ പിടിച്ചൊരു കളിയാക്കലാണ്. അത് ഏറ്റുപിടിക്കാൻ കുറെ ചാണക സംഖ്യകളും. കാരണം ഇവർക്കറിയാം ഈ ചോദ്യം ഗൗരവമുള്ളതാണ്. ഈ ഗൗരവമുള്ള കാര്യം ഇന്ത്യക്കാർക്ക്, ഇന്ത്യൻ ജനതക്ക് മനസ്സിലായി കഴിഞ്ഞാൽ മൂഞ്ചി പണ്ടാരടങ്ങുന്നുള്ള കാര്യം കൃത്യമായി BJPക്ക് അറിയാം. അതുകൊണ്ട് ഒരു മുഴം മുന്നേ ഇട്ടിട്ട് രാഹുൽ ഗാന്ധി എന്ത് ചോദിക്കുമ്പോൾ അതിനെ കോമഡിയാക്കുക, അല്ലെങ്കിൽ അയാൾക്കെതിരെ കേസ് കൊടുക്കുക. ഇന്ത്യയിലെ ഏത് കോടതിയിലാണ് രാഹുൽ ഗാന്ധിക്ക് കേസ് ഉള്ളതെന്നല്ല, കേസ് ഇല്ലാത്തതെന്ന് ചോദിക്കേണ്ടി വരും.
കാരണം ഏകദേശം എല്ലാ കോടതിയിലും അദ്ദേഹത്തിന്റെ പേരിൽ കേസ് സംഘപരിവാർ ഉണ്ടാക്കി വെച്ച്. പക്ഷെ രാഹുൽ ഗാന്ധി അത് കണ്ടൊന്നും പേടിച്ചില്ല. 6 മാസം ഒരു മണ്ഡലത്തിൽ, കർണാടകയിലെ ഒരു മണ്ഡലത്തിൽ 6 മാസം കഷ്ടപ്പെട്ടിട്ടാണ് 1 ലക്ഷത്തിൽ പരം കള്ളവോട്ട് ചേർത്തിട്ടുണ്ടെന്ന് രാഹുൽ ഗാന്ധി കണ്ടുപിടിച്ചത്. നിങ്ങൾ നോക്കിയട്ടെ, 6 മാസം കഷ്ടപ്പെടേണ്ടി വന്നു. അത് മാത്രമല്ല, എത്ര സിമ്പിൾ ആയിട്ടാണ് ഇവർ കള്ളവോട്ട് ഉണ്ടാക്കിയത്. അതായത് അച്ഛന്റെ പേരിനടക്കം ABCD, പിന്നെ വേറൊന്ന് GFGK, അങ്ങനെ അച്ഛന്റെ പേരിൽ ഇമാതിരി ലെവലിൽ ഇടണമെങ്കിൽ എത്രമാത്രം ധൈര്യം ഇവർക്ക് കള്ളവോട്ട് ചേർക്കുന്നതിൽ. അതും നമ്മളെ സൗത്ത് ഇന്ത്യയിലാണ് ആലോചിക്കണം കേട്ടോ. ഉത്തരേന്ത്യയിലെ കാര്യം വിട്. സൗത്ത് ഇന്ത്യയിൽ ഇമാതിരി പണിയെടുത്തിട്ടുണ്ടെങ്കിൽ ഉത്തരേന്ത്യന്റെ കാര്യം യാ മോനെ ജഗ ജില്ലാടിയായിരിക്കൂലടാ. പിന്നെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ, കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ ഉണ്ടല്ല, ഇന്ത്യ മുന്നണി പകുതി മുക്കാൽ ഭാഗം വോട്ടെണ്ണിയ സമയത്ത് മുന്നിട്ട് നിന്നതാണ്. 280 ഇന്ത്യ മുന്നണി, 230 BJP മുന്നണിയായിട്ടുള്ള ലെവലിൽ ഉണ്ടായതാണ്. പിന്നെയാണ് ആകെ ഒറ്റ മലക്കുത്തമറിയിന് അവസാന നിമിഷം എടുക്കുമ്പോ എന്തൊക്കെ ടൈപ്പ് പരിപാടികളാണെന്നുണ്ടല്ലോ പടച്ചോന് വരെ അറിയില്ല. വോട്ട് കൂട്ടിയിടുക മാത്രമൊന്നല്ല ഇവരെ കലാപരിപാടി, എന്തെല്ലാം ടൈപ്പ് കലാപരിപാടി ഇവരെ കയ്യിലുള്ളതെന്ന് അറിയാം. പക്ഷെ നമ്മൾ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ചോദ്യം ചെയ്തവന്റെ പേരിൽ കേസെടുക്കും. അങ്ങനെയുള്ള ഒരു ഉടായ്പ പരിപാടിയും കൂടി ഇവരെ കൈമിലുണ്ടല്ലോ. അതുകൊണ്ട് ഇതൊന്നും ചോദ്യം ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലായി പോയി നമ്മൾ. പക്ഷെ രാഹുൽ ഗാന്ധി ഇതിനൊക്കെ കൃത്യമായി ചോദ്യം ചെയ്യുന്നത് കൊണ്ട് ഇവരെ കുരുപൊട്ടിയിട്ട് രാഹുൽ ഗാന്ധിയുടെ പേരിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയിൽ മൊത്തം കേസാക്കി. നമുക്കിനി ഇതിന്റെ അടുത്ത വാർത്തയിലേക്ക് കടക്കാം. സ്മൃതി, ഇങ്ങനെയാണ് അതിന്റെ കണക്കുകൾ. കർണാടകത്തിലെ മഹാദേവപുര മണ്ഡലത്തിൽ നിന്നുള്ള വിശദാംശങ്ങളാണ് രാഹുൽ ഗാന്ധി പുറത്തുവിട്ടത്. അതിങ്ങനെ ഇരട്ട വോട്ടർമാർ, അതുപോലെ തന്നെ കള്ളവിലാസം, ഒരേ വിലാസത്തിലുള്ള വോട്ടർമാർ, കള്ള ഫോട്ടോകൾ, ഫോം 16, അതായത് പുതിയ വോട്ടർമാരെ ചേർക്കുന്നതിലുള്ള കണക്ക്, ഇതിലെല്ലാമാണ് വ്യാപകമായി നടന്നിരിക്കുന്നത്. അതിന്റെ കണക്കുകൾ ഇങ്ങനെയാണ്. ഇരട്ട വോട്ടർമാരുടെ സംഖ്യ 11,965, കള്ള അഡ്രസ്സുകളും 0 എന്നെഴുതിയിരിക്കുന്ന അഡ്രസ്സുകളും മാർക്ക് ചെയ്തിരിക്കുന്നത് 40,009. ഒരേ അഡ്രസ്സിൽ വ്യാപകമായി വോട്ടർമാർ ചേർക്കപ്പെട്ടിരിക്കുന്ന സംഭവങ്ങൾ, അതിന്റെ മൊത്തം എണ്ണം 10,000 മുകളിൽ. ഫോട്ടോകൾ ഇല്ലാത്തതോ വ്യക്തമല്ലാത്ത ഫോട്ടോകളോ ഉള്ള 4,132. ഫോം 6, അതായത് പുതിയ വോട്ടർമാരെ ചേർക്കുന്നതിൽ ഉള്ള തിരിമറി 33,000 മുകളിൽ. ഇതെല്ലാം കൂടെ ചേർത്താൽ 1,00,000 മുകളിലുള്ള വോട്ടർമാരാകും ഒരു മണ്ഡലത്തിൽ മഹാദേവപുരയിൽ മാത്രം കള്ള വോട്ടർമാരായി, വ്യാജ വോട്ടർമാരായി BJP ചേർത്തിരിക്കുന്നത്. ഇത് ഇങ്ങനെയാണെങ്കിൽ ലോക്സഭയിലേക്ക് എങ്ങനെയായിരിക്കും, ഓരോ നിയമസഭകളിലേക്കും എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി ഈ കണക്കിന്റെ അടിസ്ഥാനത്തിൽ ചോദിക്കുന്നത്. അതാണ് ജിമ്മി. ഫോം 6-ൽ അദ്ദേഹം കാണിച്ചത് ഒരു പ്രായമായ സ്ത്രീയുടെ ഫോട്ടോയാണ്. ഫോം 6-ലൂടെ, അതായത് പുതിയ വോട്ടർമാർ എന്ന രൂപത്തിൽ 70-കാരിയായ ഒരു സ്ത്രീ വോട്ടർ, അവർക്ക് 2 ID കാർഡ് 2 ഇടത്തായി 2 തവണ അവർ വോട്ട് ചെയ്തിരിക്കുന്നു. അവരുടെ വോട്ടർ ഐഡിയിൽ നിന്ന് 2 തവണ വോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവർ തന്നെ ചെയ്തതാണോ എന്ന് അറിയില്ല എന്ന് പറയുന്നു. പിന്നീട് അവരുടെ ഫോട്ടോ സൂം ചെയ്തും സൂം ചെയ്യാതെയും പല രൂപത്തിലായിട്ടാണ് ഇതിൽ ഒട്ടിച്ചിരിക്കുന്നത്, ID കാർഡിൽ ഒട്ടിച്ചിരിക്കുന്നത്. എത്രത്തോളം കൃത്രിമമാണ്. ചിലയിടത്ത് പിതാവിന്റെ സ്ഥാനത്ത് ചില ഇംഗ്ലീഷ് അക്ഷരങ്ങളാണ്, അത് കൂട്ടി യോജിപ്പിച്ചാൽ ഒരു വാക്കാക്കാൻ പറ്റാത്ത, ഒരു പേരാക്കാൻ പറ്റാത്ത അക്ഷരങ്ങൾ. അത്രത്തോളം കൃത്രിമം കാണിക്കുമ്പോഴെങ്കിലും അല്പമെങ്കിലും ഒരു പെട്ടെന്ന് മനസ്സിലാക്കാത്ത രീതിയിൽ ചെയ്യേണ്ടത് അതുപോലുമില്ല. വെറുതെ അക്ഷരങ്ങൾ കൂട്ടി എഴുതിയിരിക്കുന്നു. അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ് എന്ന് കൂടിയല്ലേ ഇത് തെളിയിക്കുന്നത് ജിമ്മി. സ്മൃതി, ഇതിലും വിചിത്രമാണ് രാഹുൽ ഗാന്ധി വിശദീകരിച്ച മറ്റു ചില കാര്യങ്ങൾ. ഉദാഹരണത്തിന്, കർണാടകത്തിൽ പല മണ്ഡലങ്ങളിൽ ഒരേ ആൾ വോട്ട് ചെയ്തിരിക്കുന്നു. അത് ഒരുപക്ഷെ കള്ളവോട്ടുകൾ രാജ്യത്ത് പലയിടത്തും, ഇനിയിപ്പോൾ കേരളത്തിൽ പോലും അങ്ങനെ നടന്നിട്ടുണ്ടെന്ന് വേണമെങ്കിൽ ആരോപിക്കാം. അതൊരു ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറയാം. പക്ഷേ രാഹുൽ ഗാന്ധി ഒരു വോട്ടറുടെ പേര് എടുത്തു പറയുന്നുണ്ട്, ആദിത്യ ശ്രീവാസ്തവ. ഇയാൾ പല മണ്ഡലങ്ങളിലല്ല, പല സംസ്ഥാനങ്ങളിൽ ഇതേ ആദിത്യ ശ്രീവാസ്തവ വോട്ട് ചെയ്തതായി കാണുന്നു എന്നുള്ളതാണ്. ഇനി കള്ളവിലാസങ്ങളുടെ കാര്യമെടുക്കുമ്പോൾ, ഒരു ബ്രൂവറിയുടെയോ ബാറിന്റെയോ വിലാസത്തിൽ 80 പേർ, ഒരു വീട്ടഡ്രസ്സിൽ 46 പേർ. കോൺഗ്രസിന്റെ പ്രവർത്തകർ ഈ അഡ്രസ്സിൽ ചെന്ന് പരിശോധിക്കുമ്പോൾ, ഈ ബ്രൂവറിയുടെ വിലാസത്തിൽ പോകുമ്പോൾ ആ അഡ്രസ്സിലെ ബ്രൂവറിയിൽ 80, മറ്റിടത്ത് 46, ഒരാൾ പോലും, ഈ വോട്ടേഴ്സ് ലിസ്റ്റുള്ള ഒരാൾ പോലും ഈ വിലാസത്തിൽ ഇല്ല എന്നുള്ളതാണ്. ഇനി ചില വോട്ടർമാരുടെ നേരെ അഡ്രസ്സിന്റെ സ്ഥാനത്ത് 0, അച്ഛന്റെ പേര് 0. അങ്ങനെ വിചിത്രമായ രീതിയിൽ ഒരു തരത്തിലും നടന്നു കാണുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വളരെ വലിയ അഴിമതി നടന്നിരിക്കുന്നു, വോട്ടർമാരുടെ തിരിമറി നടന്നിരിക്കുന്നു. അതിന് രാഹുൽ ഗാന്ധി ഉദാഹരണമായി എടുത്തിരിക്കുന്നത് കർണാടകത്തിലെ ഒരു സീറ്റാണ്. എന്ന് മാത്രമല്ല, അദ്ദേഹം ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ഒരു വോട്ടർ പല സംസ്ഥാനങ്ങളിൽ പോയി വോട്ട് ചെയ്തത് ഞങ്ങൾ തെളിയിച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എത്ര വ്യാപകമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് കൃത്രിമം നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 25 സീറ്റ് മതിയായിരുന്നു BJPക്ക്, NDA മുന്നണിക്ക് അധികാരത്തിലേക്ക് വരാൻ. അങ്ങനെ ഇരിക്കെയാണ് 25 സീറ്റുകളിൽ, പാർലമെന്റ് സീറ്റുകളിൽ വെറും 33,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് BJP ജയിച്ചു കയറിയത്. 1,00,000 വോട്ടിന്റെ തിരിമറി ഒരു നിയമസഭാ മണ്ഡലത്തിൽ നടത്തിയെങ്കിൽ, 25 സീറ്റുകളിൽ BJP വെറും 33,000 വോട്ടുകൾക്ക് ജയിച്ചെങ്കിൽ, തിരിമറിയുടെ ആഴം, രാജ്യത്തിന്റെ നിർണായകമായ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ അട്ടിമറിയുടെ ആഴം എത്രത്തോളം ആയിരിക്കും എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി ചോദിക്കുന്ന. കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ അപ്രതീക്ഷിതമായിട്ട് കർണാടകയിലാണ് BJP അങ്ങ് കൊളത്തിയങ്ങ് കയറിയത്. നിങ്ങൾ കണ്ടില്ലേ, കഴിഞ്ഞ ഇലക്ഷന് ഉത്തരേന്ത്യയിൽ വരെ വൻ പരാജയത്തിൽ നീങ്ങുന്ന സമയത്ത്
കർണാടകയിലാണ് BJP നല്ല നേട്ടം ഉണ്ടാക്കിയത്. കാരണം അവർക്ക് വിജയത്തിന് ആവശ്യമുള്ള സീറ്റുകൾ കിട്ടിയത് കർണാടകയിൽ നിന്നാണ്. അത് നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല. കർണാടകയിൽ BJP തകർന്ന് തരിപ്പണാകുന്ന വിവരിച്ച് വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതുവരെ ഇന്ത്യയിൽ നടന്ന തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ UP ആരുടെ കൂടെയാണോ പോകുന്നത് ആ പാർട്ടിയാണ് രാജ്യം ഭരിക്കുന്നത്. പക്ഷെ ഇപ്രാവശ്യം UP പോലും BJPയെ കൈയൊഴിഞ്ഞപ്പം ഈ കർണാടകയാണ് അവർക്ക് വേണ്ട സീറ്റുകൾ കൊടുത്തത്. അപ്പൊ ഇതൊക്കെ നിങ്ങളൊന്ന് കൂട്ടിയോജിക്കുമ്പം എന്താ അവസ്ഥ എന്ന് ആലോചിച്ചേക്കട്ടെ. ഈ കർണാടകയിലൊക്കെ ഇങ്ങനെ ചെയ്യണം. നിങ്ങൾ ആലോചിച്ചേ, കർണാടകയിൽ വേണമെങ്കിൽ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരങ്ങളുണ്ട്. പക്ഷെ ഉത്തരേന്ത്യയിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ പോലും പറ്റാത്ത സ്ഥലത്ത് എന്തൊക്കെ അവർ കാണിച്ചു കൂട്ടുന്നുണ്ടാവും. ഈ വിജയിച്ചതിന്റെ ഒക്കെ എന്തായിരിക്കും അവസ്ഥ? ഇതിന്റെ പിന്നാലെ പോയി രാഹുൽ ഗാന്ധി ഒന്നും കൂടി അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധിനെ ഇവർ അന്വേഷിക്കാൻ വിടില്ല. നോക്കിയിട്ട് 6 മാസം ഒരു മണ്ഡലത്തിൽ അന്വേഷണം നടത്തിയിട്ടാണ് ഈ ഒരു അവസ്ഥ ഉണ്ടായത്. അതുപോലെ ഉത്തരേന്ത്യയിൽ ഏതെങ്കിലും ഒരു മണ്ഡലങ്ങളിൽ രാഹുൽ ഗാന്ധിക്ക് ഇതുപോലെ അന്വേഷണം നടത്താൻ പോകാൻ പറ്റൂല. ഇനി ഇതിന്റെ പേരിൽ ഇപ്പൊ കേസെടുക്കും. എന്നിട്ട് രാഹുൽ ഗാന്ധിനെ പൂട്ടേണ്ട പരിപാടി വരും. ഒന്ന് ആലോചിച്ചപ്പോരെ എത്ര കാലം വർഗീയത നിന്ന് ജീവിക്കാൻ പറ്റും മനുഷ്യന്മാർക്ക്? വർഗീയത നിന്ന് ജീവിക്കുന്ന കുറച്ചാൾക്കാരുണ്ടാവും ഉത്തരേന്ത്യയിലായാലും എവിടെയായാലും. പക്ഷെ ഉത്തരേന്ത്യയിലുള്ള മനുഷ്യരും മനുഷ്യരല്ലേ? അവരെ വീട് പട്ടിണി കിടക്കുമ്പോൾ, അവരെ മക്കള് പട്ടിണി കിടക്കുമ്പോൾ, അവർക്ക് ജോലി ഇല്ലാതാകുമ്പോൾ, അവർക്കൊരു സാധനം ചെറിയ പൈസക്ക് കിട്ടുന്ന സാധനത്തിന് വലിയ വില നൽകി വാങ്ങുമ്പോൾ അവർ പ്രതികരിക്കൂലേ? എന്തൊക്കെ വർഗീയത പറഞ്ഞാലും അവർ ഇതിനെതിരെ പ്രതികരിക്കൂലേ? കഴിഞ്ഞ ഇലക്ഷനിൽ ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട്. അതിന്റെ തെളിവുകളുണ്ട്. പക്ഷെ എന്നിട്ടും BJP ആണ് ഇന്ത്യ ഭരിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇതൊക്കെയാണ് അതിന്റെ കാരണം. കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞ അന്ന് തന്നെ പല മുതിർന്ന മാധ്യമ പ്രവർത്തകരും പറഞ്ഞിട്ടുണ്ട് UP BJPയെ കൈവിട്ടിട്ടും കർണാടക പോലുള്ള സ്ഥലങ്ങളിൽ BJPക്ക് പിന്തുണ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ടെന്ന്, ഇതിന്റെ ഉള്ളിലൂടെ പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ടെന്ന് പല മാധ്യമ പ്രവർത്തകരും അന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആരും അതൊന്നും മുഖവിലക്കെടുത്തില്ല. മുഖവിലക്കെടുത്താൽ തന്നെ അതിന്റെ പിന്നാലെ പോയി അത് തെളിയിക്കാൻ വേണ്ടി ഇന്നത്തെ കാലത്ത് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്നിട്ടും നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അദ്ദേഹം ഒറ്റക്ക് പൊരുതി ഇത്രയെങ്കിലും ചെയ്തില്ലേ? എനിക്കൊരു കാര്യമേ കേരളത്തിലുള്ള കോൺഗ്രസ് ആയാലും CPM ആയാലും രണ്ട് കൂട്ടരോടും പറയാനുള്ളത്, ഇങ്ങനെയുള്ള സമയത്തെങ്കിലും ഒരുമിച്ച് നിന്ന് BJPക്കെതിരെ ശക്തമായി പ്രതികരിക്കണം, ഒറ്റക്കെട്ടായി പ്രതികരിക്കണം. അല്ലെങ്കിൽ നാളെ നമ്മുടെ ഈ കേരളത്തിലും ഇവരുടെ കയ്യിലുള്ള ഉദ്യോഗസ്ഥ വൃന്ദങ്ങളെ വെച്ച് ഇതുപോലുള്ള കള്ളവോട്ടുകൾ കുത്തിക്കേറ്റും. അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലെങ്കിലും ഒരുമിച്ച് നിന്ന് ഒറ്റക്കെട്ടായി സംഘപരിവാറിനെതിരെ പ്രതികരിക്കണം, പ്രതികരിച്ചേ പറ്റൂ. അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും രാഹുൽ ഗാന്ധിക്കും എന്റെ ഒരു നല്ല സുലാൻ.